അവൾ അവസാനമായി ഞാൻ എൻ്റെ മകനോടൊന്ന് സംസാരിച്ചോട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ ചെവിയിൽ എന്തോ ഓതിക്കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇവർ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് ആ ബ്രെയിൻ മാത്രം പുറത്തേക്ക് എടുക്കുന്നു. അമ്മ വന്ന് വണ്ടി കയറുകയാണ്. അമ്മയുടെ കയ്യിൽ മോൻ്റെ അടുത്തുണ്ടായിരുന്ന ആ വാട്ടർ ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഇവർ കുഞ്ഞിൻ്റെ ബ്രെയിൻ കൊണ്ടുവരുന്നു. ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് അതെവിടെയോ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴേക്കും വെള്ളം ഭൂമിയെ മുഴുവനായിട്ട് വിഴുങ്ങിത്തുടങ്ങി. ഏതോ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്ഥലത്തേക്ക് ഇവർ നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോയി. അവിടുന്ന് 2 റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപണം നടത്തുന്നു. അതിലൊന്നിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടാവും. ആകെ മൊത്തം 7 മനുഷ്യർ മാത്രമായിരിക്കും ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഇനി ഇവരാണ് ഭൂമി പഴയ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ഹ്യൂമൻ മെഷീൻസ് ഉണ്ടാക്കാൻ പോകുന്നു. ഈ പ്ലാസ്റ്റിക് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീനില്ലേ, അതുപോലെ ഹ്യൂമൻസിനെ ഇവർ പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കാൻ പോവുക. എന്നാൽ ആ മെഷീൻസിൽ ഇമോഷൻസ് ഉണ്ടാവില്ല. അതുകൂടെ ഇവർ വെച്ചു കൊടുക്കണം. ഇപ്പൊ കുഞ്ഞെന്നുള്ള പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാരുണ്ടാവണമെങ്കിൽ കുഞ്ഞിന്റെ അമ്മയെയും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താണ് വഴിയെന്ന് ഹീറോയിനോട് ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ചോദിക്കുകയാണ്. അതിനൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് വേണം. ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയെ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരൊരു ടൈം ലൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ അമ്മ കുഞ്ഞിനെ തേടി കണ്ടുപിടിച്ചാലാണ് അമ്മ എന്ന ക്രിയേഷൻ പൂർണ്ണമാവുള്ളൂ. അതായിരിക്കും ഇവരുടെ അടുത്ത മിഷൻ. ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ ബഹിരാകാശ പേടകത്തിന് അപകടം ഉണ്ടാവുന്നു. അതിൽ കൂടെയുള്ള ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുമ്പോൾ വീണ്ടും ആരംഭം മുതൽ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാണ്. മോൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ശബ്ദം കേൾക്കാം. അവൻ പറയാണ്, പൂള് വന്നു, നമ്മുടെ വീട്ടിലേക്ക് പൂള് വന്നു, ഇനി വീട്ടിൽ തന്നെ നീന്തി കളിക്കാന്ന്. നോക്കുമ്പോണ്ട് ഫ്ലഡ് അരമുട്ടോളം വീടിനകത്തേക്ക് കയറിയിരിക്കുന്നു. ഉടനെ ഇവൾക്ക് ആ സെക്യൂരിറ്റിയുടെ ഫോൺ കോളും ലഭിക്കും. എത്രയും പെട്ടെന്ന് അയാൾ പുറത്തേക്ക് വരാൻ പറയാ. ഈ നേരത്ത് മോൻ പിണങ്ങിച്ചെന്ന് അതേ കബോർഡിനകത്ത് ഒളിച്ചിരിക്കുക. അമ്മ നീന്തി കളിക്കാൻ വിട്ടില്ല എന്നും പറഞ്ഞു. അമ്മ മോനെ വിളിച്ച്, ഷിൻജ ദേഷ്യപ്പെടല്ലേ, അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, ഇപ്പൊ ഒരു മോശം അവസ്ഥയാ, പറയുന്ന കേൾക്ക്, അമ്മയെ വിട്ട് എങ്ങും പോകാൻ പാടില്ല, അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം, പറയുന്ന അനുസരിച്ചാൽ അടുത്ത ദിവസം അമ്മ മോനെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോവാ. അപ്പൊ മോൻ പറയാണ്, അമ്മ എപ്പോഴും ഇങ്ങനെ കള്ളേ പറയുള്ളൂ, സ്വിമ്മിങ്ങിന് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. മാത്രമല്ല എപ്പോൾ ചോദിച്ചാലും എനിക്ക് 6 വയസ്സാന്നാ പറയുന്നത്. ഇന്നലെയും 6 വയസ്സ്, ഇന്നും 6 വയസ്സ്, മിനിഞ്ഞാന്നും 6 വയസ്സ്. അപ്പം എന്താ എൻ്റെ വയസ്സ് മാറാത്ത? അമ്മ കള്ളമല്ലേ പറയുന്നത്? ഇത് കേട്ടിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മിണ്ടാതെ വാ, നമുക്ക് മുകളിലേക്ക് പോകണമെന്നും പറഞ്ഞ് അമ്മ മോനെ എടുത്തു പൊക്കി പഴയതുപോലെ തന്നെ സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പം അവിടെ ഭയങ്കര തിരക്ക്. എന്തോ തടസ്സമുള്ളതുകൊണ്ട് ആർക്കും മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. മുന്നേ ചെയ്ത പോലെ തന്നെ എതിർവശത്തുള്ള സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് പോകാൻ നോക്കുകയാണ്. ഈ നേരത്ത് വലിയ സുനാമി അടിച്ചു വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പം തന്നെയായിരിക്കും സെക്യൂരിറ്റി ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഫ്ലോറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവന്റെ കയ്യിൽ പെട്ടാൽ അവൻ കൊച്ചിനെ പിരിച്ചെടുത്തോണ്ട് പോകുമെന്ന് ഹീറോയിൻ അറിയാം. അതുകൊണ്ട് അവനും കാണാതെ ഒരു ഭാഗത്ത് ഇവൾ ഒളിച്ചിരിക്കുക. ആ നേരത്തായിരിക്കും ഈ സുനാമി അലയടിച്ചുകൊണ്ട് വരുന്നത്. ഇവൾ അലയപ്പെടാതെ രക്ഷപ്പെടും. പക്ഷെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. അല ശാന്തമായി കഴിയുമ്പം വെള്ളത്തിലൂടെ നീന്തി മുങ്ങാൻ കൊഴിയിട്ട് മുകളിലേക്ക് പൊന്തി വരികയാണ്. എന്നിട്ട് അവിടെയുള്ള ഫ്ലോറിൽ വലിഞ്ഞു കയറും. കയറിക്കഴിഞ്ഞ ഉടനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മോനെ കാണുന്നില്ല. ദൂരെ എങ്ങോട്ടോ ആരുടെയോ കൂടെ മോൻ പോയതുപോലെ തോന്നിയിട്ട് ഇവൾ ആ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ മോന്റെ രൂപത്തിലുള്ളൊരു പയ്യൻ വെള്ളത്തിൽപ്പെട്ട് നീന്താൻ പറ്റാതെ പെടയുന്നുണ്ടാവും. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോയിനും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഈ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് ബാഗ് നഷ്ടപ്പെട്ടു. അപ്പോഴായിരിക്കും അവൾക്ക് ഓർമ്മ വരുന്നത് തന്റെ പോക്കറ്റിൽ മോന്റെ ഗ്ലാസ് ഉണ്ട്, വെള്ളത്തിയിടുന്ന ഗ്ലാസ്. പിന്നെ മോനോട് എന്തോ ഒരു രഹസ്യം അവൾ പറഞ്ഞിരുന്നു. ആ സീനും കൂടെ അവൾക്ക് ഓർമ്മ വരും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക ഇത് ടൈം ലൂപ്പാണെന്ന്. ഈ സംഭവമെല്ലാം ഓൾറെഡി നടന്നിട്ടുണ്ടെന്ന്. പെട്ടെന്നൊരു വണ്ടി വന്ന് ഇവളിടിച്ച് പെണ്ണിന്റെ ബോധം പോയി അവൾ വെള്ളത്തിനടിയിലേക്ക് പോവാണ്. കുറച്ചു കഴിയുമ്പം അവൾ കണ്ണു തുറക്കുന്നു. നെഞ്ചിലൊരു നമ്പറുണ്ട്. ഈ സെക്യൂരിറ്റി അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കണ്ട് അവളെ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുന്നു. പെണ്ണിനെ കിട്ടിയ കാര്യം അയാൾ കമ്പനിയെ വിളിച്ചു പറയും. ഈ സമയത്ത് ഹീറോയിൻ എഴുന്നേറ്റ്, എന്റെ കുഞ്ഞവിടെ ഒഴുക്കിപ്പെട്ട് പോയിട്ടുണ്ട്, അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാ. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല. ഹെലികോപ്റ്റർ വരും എത്രയും പെട്ടെന്ന്, അത് കഴിഞ്ഞിട്ട് മകനെ രക്ഷപ്പെടുത്താം, നിങ്ങൾ വരൂ, നമുക്ക് അവനെ കണ്ടുപിടിക്കാന്ന് പറയാണ്. ഇവള് സമ്മതിക്കില്ല. അവൻ വെള്ളത്തിൽ വീണു, എങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടാവും, എന്റെ മകനെ ഞാൻ അങ്ങനെ വിടില്ല, എനിക്ക് അവനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഇവൾ ഓടിപ്പോവാൻ നോക്കുക. അപ്പൊ ആ സെക്യൂരിറ്റി പിടിച്ചു നിർത്തിയിട്ട്, മോൻ വെള്ളത്തിൽ വീണിട്ടില്ല, അത് വേറെ ആരോ ആണ്, മോൻ ശരിക്കും മുകളിലേക്കാണ് പോയിരിക്കുന്നത്, അവന്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ടാബിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിൽ കുഞ്ഞു പയ്യൻ ആരെയോ കൂടെ മുകളിലേക്കാണ് നടന്നു പോയിരിക്കുന്നത്. അമ്മ മുന്നേ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവള് മോന്റെ പേരും വിളിച്ച് അവൻ പോയ ഭാഗത്തേക്ക് ഓടുക. പോകുന്ന വഴി അവള് പറയുന്നുണ്ട്, അവൻ ഒരിക്കലും തനിച്ച് പോകില്ല, എന്നെ വിട്ടു പോകില്ല, അവൻ ആരോ പിടിച്ചോണ്ട് പോയതാണ്, അതെനിക്കറിയണം. ഇത് കേട്ട സെക്യൂരിറ്റി, അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, കുറച്ച് സമയം കൂടെ കാത്തിരിക്കൂ, നമ്മുടെ ആൾക്കാർ വരും, അവരെത്രയും പെട്ടെന്ന് തേടി കണ്ടുപിടിക്കുമെന്ന് പറയാ. ഉടനെ ഹീറോയിൻ എന്നെ തടയാൻ ശ്രമിക്കണ്ടെന്നും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള തോക്ക് തട്ടിപ്പറിച്ച്, സത്യം പറ, എന്റെ മകനെ നിങ്ങളല്ലേ മാറ്റി വെച്ചിരിക്കുന്നത്, അവൻ എവിടെയാണ്, സത്യം പറ. അപ്പൊ ആ സെക്യൂരിറ്റി പറയും, ഇല്ല, സത്യമായി ഞങ്ങൾ മാറ്റിയിട്ടില്ല, എനിക്കും അറിയില്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, ദയവ് ഇത് പറയുന്നത് കേൾക്കൂ, നമുക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട്, ഇവിടെ ഗ്യാസ് ലീക്കായിരിക്കുന്നു, അപകടമാണെന്ന് പറയാണ്. ആ സമയത്ത് തന്നെ
ഫ്ലോറിലെ ഗ്യാസ് എല്ലാം ലീക്കായി ഓരോ ഫ്ലാറ്റായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. അടുത്ത നിമിഷം ഹീറോയിൻ നിൽക്കുന്ന സ്ഥലത്തെ റൂമും പൊട്ടിത്തെറിക്കും. ഭാഗ്യത്തിന് പെണ്ണ് താഴേക്ക് വീണില്ല. അപ്പോഴേക്കും അയാൾ പിടിച്ചു. പുള്ളി ഹീറോയിനെ മുകളിലേക്ക് വലിച്ചിട്ട്, ഞങ്ങൾ കുഞ്ഞിനെ എടുത്തിട്ടില്ല, ഞാൻ സത്യമാണ് പറയുന്നത്, ഞങ്ങൾക്കും കുഞ്ഞിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾ മുകളിലേക്ക് വായോ, നമുക്ക് അവനെ തേടി കണ്ടുപിടിക്കാം. ഉടനെ ഹീറോയിൻ, അവനെ കണ്ടുപിടിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കൈ തട്ടി മാറ്റി താഴെ വെള്ളത്തിലേക്ക് ചാടുകയാണ്. അത് കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഫ്ലോറിലേക്ക് അവൾ നീന്തി കയറും. ഈ ഷോട്ട് കാണാൻ നല്ല രസമുണ്ട്. ആ ഫ്ലോറിൽ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാം. ഇവൾ ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പം അവൾ ജീസു ആണെന്ന് പറയും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് പേടിയാവുന്നു, എന്നെ സഹായിക്കാൻ പറ്റുമോ? വയസ്സായ 2 പേര് ശ്രമിച്ചിരുന്നു, അവരെ കൊണ്ട് കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്തി ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറയാണ് ആ കുട്ടി. ഇത് കേട്ട ഹീറോയിൻ, ഇല്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, മോളെ രക്ഷപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് ആ ഡോറ് തുറക്കാൻ നോക്കും. നടക്കുന്നില്ല. ഉടനെ ഒരു കമ്പ് എടുത്തോണ്ട് വന്ന് എങ്ങനെയൊക്കെയോ ഈ ഡോറ് കുത്തി തുറന്നു. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് അവൾക്കൊരു ഉടുപ്പൊക്കെ കൊടുത്തിട്ട് നേരെ റൂഫ് ടോപ്പിലേക്ക് പോകാൻ പറയും. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ, എനിക്കൊരു കൊച്ചു മകനുണ്ട്, അവനെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അമ്മ ഒരുപാട് അന്വേഷിച്ചെന്ന് പറയണം, കാരണം ജീവനോടെ എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല, അവന്റെ പേര് ഷിൻജായി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി പറയാണ്, ഞാൻ ലിഫ്റ്റിനകത്തിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഒരു കൊച്ചു പയ്യനോട് സംസാരിക്കുന്ന കേട്ടു, അവന്റെ അമ്മ എവിടെയാണ്, നിന്റെ വീട് എവിടെയാണ് എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഏതോ ഡോറിന്റെ കോഡും ചോദിച്ചിരുന്നു. പക്ഷെ അവരെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കയ്യിൽ മെറ്റല് പോലെ എന്തോ ഒന്നുണ്ടായിരുന്നു, അത് വലിച്ചോണ്ട് പോകുന്ന ശബ്ദം കൂടെ ഞാൻ കേട്ടിരുന്നു എന്ന് ആ പെൺകുട്ടി പറയും. ഇതേ ശബ്ദം തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ഇപ്പൊ ഹീറോയിന് കേൾക്കാം. അവൾ ആ പെൺകുട്ടിയോട് നേരെ റൂഫ് ടോപ്പിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോവാ. അപ്പൊ അവിടെ ഒരു ഫ്ളാറ്റിനകത്ത് കയറിയ 2 കള്ളന്മാർ അവരവിടെയുള്ള വീട്ടുകാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ശബ്ദം ഹീറോയിന് കേൾക്കാം. ടീഷർട്ടിലെ നമ്പർ 4007 ആണ്. തൊട്ടു മുന്നേ 4006 ആ ലൂപ്പ് ടൈമില് ഇതേ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയെയും ഈ കള്ളന്മാരെ ആക്രമിച്ചതിന് ശേഷം ഹീറോയിനെ തല്ലിക്കൊല്ലുകയായിരുന്നു. അത് കഴിഞ്ഞാണ് വീണ്ടും അതേ ലൂപ്പിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഹീറോയിൻ അകത്ത് കയറുമ്പോൾ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ ഒരു കമ്പി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കള്ളന്മാരുടെ കണ്ണിപ്പെട്ടു. നീ എന്താണ് ഇവിടെ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം, അവനെ നിങ്ങൾ എന്താണ് ചെയ്ത്, അവൻ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഇവൾ ഒച്ച വെക്കുന്നു. അത് കേട്ട ആ കള്ളന്മാര് ചിരിക്കും. ഈ സമയത്ത് എതിർഭാഗത്ത് നിന്നും ആ സെക്യൂരിറ്റി അയാള് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടിയോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഉടനെ ഇവൾ, എന്റെ കുട്ടി ഇവിടെയുണ്ട്, ഇവിടെ 2 കള്ളന്മാരുണ്ടെന്ന് തിരികെ ഉറക്കനെ വിളിച്ചു പറയുക. ഇത് കേട്ടുടനെ ആ കള്ളന്മാര് പെണ്ണിനെ അകത്തേക്ക് വലിച്ചുകൊണ്ട് വന്ന് അടിച്ച് അവശയാക്കി അനങ്ങാൻ പറ്റാതെയാക്കും. അവസാനം കഴുത്തെ മുറുക്കി കൊല്ലാൻ നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഇവക്കൊരു ചുറ്റിക കൈ കിട്ടും. അതുകൊണ്ട് ഒരുത്തന്റെ മണ്ടയ്ക്ക് കൊടുത്ത് വീണ്ടും രക്ഷപ്പെടാൻ നോക്കുക. പക്ഷെ അവന്മാർ വിടുന്നില്ല. കത്തി കൊണ്ട് ഇവളെ ആക്രമിക്കാൻ നിൽക്കവെയാണ് നമ്മുടെ സെക്യൂരിറ്റി ഡോറും പൊളിച്ചകത്തേക്ക് വരുന്നത്. ആ നേരത്തെ കണ്ട പെൺകുട്ടിയില്ലേ, ആ കുട്ടി ശരിക്കും ഈ വീട്ടിലെ കുഞ്ഞാ. അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഇവിടെ അടിപെട്ട് കിടക്കുന്നത്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഹീറോ ഒരുത്തനെ അടിച്ച് വെള്ളത്തിയിട്ടു. എന്നിട്ട് രണ്ടാമത്തവനെ പിടിച്ച്, നിന്റെ കൂട്ടുകാരനെ കണ്ടില്ലേ, അവൻ നീന്തിയെങ്കിലും രക്ഷപ്പെടുമായിരിക്കും, എന്നാൽ നിന്റെ കൈ ഒടിച്ചാൽ പിന്നെ നിനക്ക് നീന്താൻ പോലും പറ്റില്ല, അതുകൊണ്ട് സത്യം പറ, ആ കുട്ടിയെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇത് കേട്ട കള്ളം പറയാണ്, ഞങ്ങൾ അവനോട് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അവന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു, ആ കുഞ്ഞിന് കാര്യമായിട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് അവനെ വിട്ടിട്ട് ഞങ്ങൾ തുറന്നെടുക്കുന്ന വീടുകളെല്ലാം കൊള്ളയടിക്കുകയായിരുന്നു, അല്ലാതെ ആ കുട്ടിയെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവൻ എവിടെ പോയെന്നും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ സെക്യൂരിറ്റി, നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് നിന്നോട് സംശയമൊന്നുമില്ല, അതുകൊണ്ട് നീയും വെള്ളത്തിലേക്ക് പൊയ്ക്കോന്നും പറഞ്ഞ് അവനെയും പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടാണ്. അത് കഴിഞ്ഞ് ഹീറോയിനോട് ചോദിക്കും, കുഞ്ഞ് എവിടെയാണ് പോയതെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അത് കേട്ട് അമ്മ പറയാണ്, ഒരിക്കലും എന്നെ വിട്ടവൻ മറഞ്ഞു പോകാൻ ശ്രമിക്കില്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യ തവണ ഇതേ വീട്ടിലേക്ക് ഇവള് കുഞ്ഞുമായി വന്നിട്ടുണ്ട്. ഇവിടുന്നാണ് മരുന്ന് കൊടുത്ത്. അത് അവൾ ഓർത്തു നോക്കും. അപ്പോഴേക്കും അലയടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവളെ അപ്പൂപ്പനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. അപ്പൊ അവിടുത്തെ അമ്മൂമ്മ ഈ കുഞ്ഞിന് കൊടുക്കാനുള്ള മരുന്ന് പാഴ്സലാക്കി വെച്ചിട്ടുണ്ട്. അത് ഹീറോയിന്റെ കൈയിൽ കൊടുക്കും. അവരെങ്ങനെയാണ് നടന്ന പഴയ കാര്യങ്ങൾ ഓർക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ കൂടെ മുകളിലേക്ക് വരാൻ ഹീറോയിൻ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ സമ്മതിക്കില്ല, വരാൻ തയ്യാറാവില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മകനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിനെയും വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവരെ തനിയെ വിട്ട് എനിക്കെങ്ങും രക്ഷപ്പെടണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ നേരം സെക്യൂരിറ്റിക്ക് ഒരു കോൾ വരുന്നു. എത്രയും പെട്ടെന്ന് അവരെ റെസ്ക്യൂ ടീം ഈ ബിൽഡിങ്ങിലേക്ക് എത്തും. കുഞ്ഞിനെ കാണാതായ കാര്യം അയാൾ പറയുമ്പോൾ അവരാ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ഈ വിഷയം സെക്യൂരിറ്റി ഹീറോയിനോട് പറയും. അവർ വന്ന് ബിൽഡിംഗ് മുഴുവൻ സെർച്ച് ചെയ്ത് കുഞ്ഞിനെ കണ്ടുപിടിക്കും. അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് ആദ്യം മുകളിലേക്ക് പോകാമെന്ന് പറയാം. അത് കേട്ട് ഹീറോയിൻ, അവൻ എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുക്കാനുണ്ട്, അവർ വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റില്ല, അതിനു മുന്നേ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവൻ അന്വേഷിച്ചിറങ്ങാണ്. ഇയാൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അയാളോട് പറയും, ഞാൻ വലതുഭാഗത്ത് പോയി സെർച്ച് ചെയ്യാം, നിങ്ങൾ ദയവേത് ഇടതുഭാഗത്ത് പോയി സെർച്ച് ചെയ്യും. ഓരോ തവണയും എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഞാൻ ഫെയിലിയർ ആവുകയാണ്. ഇപ്രാവശ്യം അതുണ്ടാവരുത്,
ദയവേത് നിങ്ങൾ ആ ഭാഗത്ത് നോക്കൂന്ന് പറഞ്ഞ് ഇവൾ ഓടിപ്പോ. നമ്മുടെ സെക്യൂരിറ്റിക്ക് മനസ്സിലാവില്ല ഇവളെന്താ ഓർഡർ പറഞ്ഞ് അനുസരിക്കാത്ത, എന്നോട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നു, ഒരുപക്ഷെ ഞാൻ ഇതിനു മുൻപ് ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന സംശയമാവും അയാൾക്ക്. ഈ സമയത്ത് റെസ്ക്യൂ ടീം ആ ബിൽഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. അവര് കുട്ടി അന്വേഷിച്ച് നടക്കുകയാണ്. ഹീറോയിൻ അവരെ കണ്ണിപ്പെടാതെ ഒളിച്ചൊളിച്ച് കുഞ്ഞിനെയും തേടി ഓരോ സ്ഥലത്തേക്കും പോവാണ്. ആ സമയത്ത് ഭിത്തിയിൽ കുട്ടികൾ വരച്ചു വെച്ചിരിക്കുന്ന ചില ക്രയോൺസ് ചിത്രങ്ങൾ കാണും. ഇത് കാണുമ്പോൾ മോൻ തന്റെ ടാബ്ലറ്റിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെപ്പറ്റി ഹീറോയിൻ ഓർക്കാണ്. അത് കഴിഞ്ഞ് അവൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഉണ്ടായ ആ ഗർഭിണിയായ സ്ത്രീ അവർ പ്രസവിക്കാൻ വേണ്ടി പാടുപെടുമായിരിക്കും. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവർ പ്രസവിച്ചു. ആ കുഞ്ഞ് കയ്യിലുണ്ട്. ഹീറോയിൻ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ സഹായിക്കുകയാണ്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോട്ട് ആ കുഞ്ഞിനെയും അമ്മയും ചേർന്ന് പൊതിച്ചു കൊടുക്കും. അത് കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങോട്ട് ഓടി വരുന്നു. പുള്ളിക്കാരൻ വെള്ളം എടുക്കാൻ പോയതായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ മോൻ പറഞ്ഞ ഒരു കാര്യം ഓർത്തു നോക്കുകയാണ്. മോൻ പടം വരച്ചിട്ട് അത് അമ്മയുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്രേ. അത് മോൻ എപ്പോഴും എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൾ ഇന്ന് വരെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്രാവശ്യം ഹീറോയിൻ തന്റെ ഫോൺ എടുത്ത് മോൻ വരച്ച പടങ്ങൾ ഒന്ന് പരിശോധിക്കുക. അപ്പൊ അതില് അമ്മയെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്റർ വന്നതായിട്ടുള്ള പടമാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ മോളിന്ന് ആ സെക്യൂരിറ്റി മകനെ കിട്ടി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വായോന്നും പറഞ്ഞ് ഒരു ഫ്ലാറ്റിലേക്ക് വിളിക്കുക. ഹീറോയിൻ അങ്ങോട്ട് ഓടി പോവാണ്. അതേ സമയത്ത് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇന്നും 6 വയസ്സാണ്, ഇന്നലെയും 6 വയസ്സാണ്, മിനിഞ്ഞാന്നും 6 വയസ്സായിരുന്നു, അമ്മ എന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണെന്ന്. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുക. ഓരോ തവണ ഈ ടൈം ലൂപ്പ് നടന്നപ്പോഴും കുഞ്ഞ് പടം വരച്ചിരുന്നു. അവന് നടക്കാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാമായിരുന്നു. അതിന്റെ എൻഡിങ് ആണ് അവൻ പടമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ടൈം ലൂപ്പിന്റെ കൗണ്ട് എല്ലാം ഉണ്ട്. എത്ര തവണയാണോ ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് അത്രയും തവണത്തെ ഫോട്ടോ അതിലുണ്ടാവും. ഇപ്പൊ തന്നെ 7000 തവണയ്ക്ക് മുകളിൽ ഈ സെയിം സംഭവം വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ലൂപ്പ് എൻഡ് ആവുള്ളൂ. ഹീറോയിൻ ആ സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. അവിടുത്തെ കബേഡിൽ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനുണ്ടാവില്ല. ഉടനെ ആർമിക്കാർ വന്ന് ഹീറോയിനെ പിടിച്ച് ഇഞ്ചെക്ട് ചെയ്ത് ബോധം കെടുത്താണ്. അവൾ അരബോധത്തിൽ കിടക്കുമ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയും ജായിന് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമെന്നറിയാം, അതുകൊണ്ടാണ് ബോധം കെടുത്തുന്നത്. ആദ്യം നമുക്ക് ഹെലികോപ്റ്ററിലേക്ക് കയറാം, അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവ മാറിപ്പോവാ. അപ്പൊ ഹീറോയിൻ നിങ്ങൾ ഈ സംഭവം ഒന്നും ഓർക്കുന്നില്ലേ? ഇതെല്ലാം മുന്നേ നടന്നതാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ റൂഫ് ടോപ്പിൽ വെച്ച് മരണപ്പെട്ടു. അവര് പറയുന്നത് സത്യമല്ല, നിങ്ങളെ അവര് കൊല്ലുകയാണ് ചെയ്ത്. ഒരു ടെമ്പററി ഷെൽട്ടർ ഇവിടെ ആരും പണിതിട്ടില്ല. ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്നെ നിങ്ങൾ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവൾ ചോദിക്കുകയാണ്. ഇത് കേട്ട സെക്യൂരിറ്റി സംശയപ്പെട്ട് അവൾ എന്താണ് പറയുന്നത്, എനിക്കതൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ ആർമിക്കാർ സമ്മതിക്കുന്നില്ല. ഇവനൊരു ആയുധം എടുത്ത് ഒരു ആർമിക്കാരന്റെ മണ്ടയ്ക്കടിച്ച് അയാളെ ബോധം കെടുത്തി. പക്ഷെ രണ്ടാമത്തെ ആർമിക്കാരൻ തോക്കുകൊണ്ട് സെക്യൂരിറ്റിയെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. ആ നേരം ഹീറോയിൻ മറ്റേ ആളുടെ തോക്കെടുത്ത് ഈ ആർമിക്കാരനെ ഷൂട്ട് ചെയ്ത് സെക്യൂരിറ്റിയെ രക്ഷപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇവളുടെ ബോധക്കേട് മാറ്റാനായിട്ട് സെക്യൂരിറ്റിക്കാരൻ അവരുടെ കയ്യിലുള്ള ആന്റിവെനം എടുത്ത് ഹീറോയിനെ കുത്തിവയ്ക്കുക. അത് കഴിഞ്ഞ് അവൾക്ക് ബോധമൊക്കെ വരുമ്പോൾ ഈ ലൂപ്പ് എത്ര തവണ സംഭവിച്ചുവെന്ന് സെക്യൂരിറ്റി ചോദിക്കും. 1000കണക്കിനായി കഴിഞ്ഞു, എത്രയാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലെന്ന ഹീറോയിൻ പറയാം. ഇപ്പൊ 15000-ന് മുകളിലായി ഈ ലൂപ്പ് നടന്നുകൊണ്ടിരിക്കുക. മോനെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അവൻ മറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അമ്മയെ വിട്ട് പിരിയാതിരിക്കാൻ വേണ്ടിയാവും അവൻ ഒളിച്ചിരിക്കുന്നത്. അമ്മ അവനെ കണ്ടുപിടിച്ചാൽ അവർ തമ്മിൽ സെപ്പറേറ്റ് ആയി പോവില്ലേ, അതുകൊണ്ടാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ലൂപ്പ് തീരുള്ളൂ, ഇവരെ മിഷൻ അവസാനിക്കുള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുകയാണ് ഹീറോയിനോട്. ഹീറോയിൻ പറയും ഇവിടെ മുതൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അവൻ ഏതോ ഒരു അലമാരയ്ക്കകത്താണ് ഒളിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കുന്നത് 30th ഫ്ലോറാണ്. എനിക്ക് അവിടെ വരെ പോകണം. എന്നാൽ കമ്പനിയുടെ ആൾക്കാർ ഈ ബിൽഡിങ്ങിന് ചുറ്റുമുണ്ട്. അവരുടെ കയ്യിൽ പിടിക്കപ്പെടാതെ എനിക്ക് ആ ഫ്ലോറിലേക്ക് ചെല്ലണം. നിങ്ങളതിന് സഹായിക്കണമെന്നും പറഞ്ഞ് ഇവള് സെക്യൂരിറ്റിക്കാരനെയും കൂടെ കൂട്ടി രണ്ടുപേരും തോക്കെടുത്ത് ഈ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കുഞ്ഞുള്ള റൂഫ് ടോപ്പിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ ഇങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോഴും ഓരോ തവണയും ഇവളോ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയോ കൊല്ലപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയിനൊരു സംശയം വരും. അവസാനം ഞാൻ അവനെ കണ്ടുപിടിച്ച് അവൻ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞാലോ, എന്നെ കാണാൻ താല്പര്യപ്പെട്ടില്ലെങ്കിലോ? ഇത് കേട്ട് സെക്യൂരിറ്റിക്കാരൻ പറയാണ് അവൻ കാണാതെ പോയത് അമ്മയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അമ്മ അവനെ കണ്ടുപിടിക്കണം. യഥാർത്ഥ സ്നേഹമുള്ള അമ്മയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കുമല്ലോ, അതിനുവേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. നീ ചെന്ന് കണ്ടുപിടിക്കുന്നും പറഞ്ഞ് സെക്യൂരിറ്റിക്കാരൻ മോട്ടിവേറ്റ് ചെയ്യുക. അതനുസരിച്ച് അവള് വീണ്ടും തോക്കെടുത്ത് ഇവരെല്ലാം മറികടന്ന് മുകളിലേക്ക് പോവാ. പോണ വഴി സെക്യൂരിറ്റിക്ക് ഒരു വെടിയേറ്റു. ആ നേരത്ത് വന്ന അലയിൽ കുറേയധികം കമ്പനിക്കാർ പെട്ട് അവരെല്ലാം മരിച്ചുപോയി. ഭാഗ്യത്തിന് ഹീറോയിന് കുറെ പാട്ടക്കുപ്പികൾ കിട്ടുന്നതുകൊണ്ട് അതിലെ എയറും വലിച്ചെടുത്ത് ഇവള് ജീവിച്ച് മുന്നോട്ട് പോവാണ്. അങ്ങനെ അവസാനം ഇപ്പൊ റൂഫ് ടോപ്പിലെത്തി. അവിടുത്തെ ഒരു കബോർഡിലാണ് ഈ കുഞ്ഞ് ഒളിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ കണ്ടുപിടിച്ച അമ്മ അവന് വേണ്ട മരുന്ന് ഭക്ഷണമായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് മകനോട് സോറി പറയാ. മോനെ കളഞ്ഞിട്ട് പോയതിന് അമ്മയോട് മോൻ ക്ഷമിക്കേ. മോൻ പറഞ്ഞൊന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. മോൻ വരച്ച പടങ്ങളൊന്നും ഇതുവരെ അമ്മ കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് മോനെ കണ്ടുപിടിക്കാനായിട്ട്. എന്നോട് ക്ഷമിക്കടാ. അമ്മ നിന്നെ കണ്ടുപിടിച്ചെങ്കിലും വീണ്ടും നിന്നെ ഒഴിവാക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എന്നോട് ക്ഷമിക്കേ. ഇത് കേട്ട് മോൻ പറയാണ് അമ്മ എന്നെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല.
എന്റെ ചെവിയിൽ അമ്മ പറയുകയുണ്ടായി, കബീഡിൽ കയറി ഒളിച്ചിരിക്കെ അമ്മ മോന് വേണ്ടി തിരിച്ചു വരും, മോനെയും കൂടെ കൂട്ടി കൊണ്ടുപോകുമെന്ന്. ഇത് പറയുമ്പോഴാണ് ഹീറോയിൻ ഓർക്കുന്നത്, ആദ്യത്തെ റൗണ്ടിൽ അവന്റെ ചെവിയിൽ അമ്മ പറഞ്ഞു കൊടുത്തത് ക്ലോസറ്റിൽ കയറി ഒളിച്ചിരിക്കെ, അതായത് അലമാരയെ കയറി ഒളിച്ചിരിക്കെ അമ്മ വന്ന് നിന്നെ കണ്ടുപിടിക്കാം എന്നായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത റൗണ്ടിലെല്ലാം അവൻ അലമാരയെ കയറി ഒളിച്ചിരുന്നത്. അമ്മ കണ്ടുപിടിക്കുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ അമ്മ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസന്റിലേക്ക് വരാം. ഇപ്പൊ ആ ലൂപ്പിലല്ലാത്ത ഹീറോയിൻ അവര് ബഹിരാകാശത്താണ്. അവരെ പേടകം അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതിൽ ഹീറോയിന് സാരമായ പരിക്കുണ്ട്. ആ സമയത്ത് ഹീറോയിൻ പറയും, അവൻ അമ്മയാകാനുള്ള എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ഞാൻ തന്നെ ആവാം, എന്നെ ആക്കിക്കോളൂ. ജായിന്റെ ബ്രെയിനോട് കൂടെ എന്റെ ബ്രെയിനും കൂടെ ചേർത്ത് വെച്ചാൽ മതി. അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാനും കൂടെ ചെന്നാലേ അവന് പൂർണ്ണതയാവുള്ളൂ. ഞാൻ തന്നെയാണ് ആ സബ്ജക്റ്റ് എന്ന് അവൾ പറയും. അതനുസരിച്ച് കുഞ്ഞിന്റെ തലച്ചോറ് എങ്ങനെയാണോ അവരെടുത്തത്, അതുപോലെ തന്നെ ഹീറോയിന്റെ തലച്ചോറും അവരെടുക്കുകയാണ്. എന്നിട്ടത് രണ്ടും കൂടെ ചേർത്ത് അവരൊരു പുതിയൊരു മെഷീൻ ഉണ്ടാക്കും, ഹ്യൂമൻ മെഷീൻ. ഈ പരിവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആ ലൂപ്പിനകത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി റെസ്ക്യൂ ടീം അങ്ങോട്ട് വരികയാണ്. എന്നാൽ ഹീറോയിൻ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവനെ എടുത്ത് ഓടിപ്പോയിട്ട് ഈ പട്ടാളക്കാർ പിടിക്കുമ്പോൾ അമ്മ പുറകെ വരാം, മോൻ വെള്ളത്തിൽ ചാടി നീന്തിക്കോ, നീന്താൻ നിനക്ക് ഇഷ്ടമല്ലേ, ഇതാണ് ഞാൻ ആ പ്രോമിസ് ചെയ്ത ദിവസം, ഇന്ന് നമുക്ക് ഒരുമിച്ച് നീന്താം, നീ ആദ്യം ചാടിക്കോ എന്ന് പറയും. അതനുസരിച്ച് മോൻ വെള്ളത്തിലേക്ക് ചാടുകയാണ്. പെട്ടെന്ന് വലിയൊരു സുനാമിയും വരുന്നുണ്ട്. ഈ പട്ടാളക്കാരെല്ലാം എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഹീറോയിൻ അവരെല്ലാം തള്ളിവിട്ട് കുഞ്ഞിന് പുറകെ ഓടിച്ചെന്ന് വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. ഈ സംഭവം അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു വിഷയം കാണിക്കുകയാണ്. ഈ സയന്റിസ്റ്റുകൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും യഥാർത്ഥ ഹ്യൂമൻ ഇമോഷൻസ് ഈ മെഷീനിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുകയായിരുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാനും ഈ ലോകത്തോടും പ്രകൃതിയോടും പോരാടാനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടാകുന്നത്. അതെന്താണ് സംഭവമെന്ന് ഈ മെഷീന് പിടികിട്ടിയിട്ടില്ലായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ മനസ്സിലായി. ഹീറോയിൻ ജിൻസു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ മറന്ന് അവനെ ശുശ്രൂഷിച്ച് സ്വന്തം മോനെ പോലെ ഓരോ അനക്കത്തിലും അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവനെ നോക്കിയതാ. അതാണ് ഹ്യൂമൻ ഇമോഷൻസ്. താൻ കല്യാണം കഴിച്ച ഭർത്താവും ആ മകനെ സ്വന്തം മകനെ പോലെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ജിൻസുവിന് പോലും അറിയില്ല അവൻ വളർത്തു മകനാണെന്ന്. ഇതാണ് യഥാർത്ഥ ഹ്യൂമൻ ഇമോഷൻസ്. ലൂപ്പിനകത്ത് ഹീറോയിൻ വെള്ളത്തിലേക്ക് ചാടി മോനെയും കെട്ടിപ്പിടിച്ച് നമുക്ക് ദൂരേക്ക് നീന്തി പോകാം, ഒരുമിച്ച് നീന്തി പോകാം, ശ്വാസം അടക്കി പിടിച്ചോ എന്ന് പറയും. അപ്പോഴായിരിക്കും സുനാമി അവർക്ക് മുകളിലൂടെ ആഞ്ഞടിക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ ഇമോഷൻസ് എല്ലാം ചേർത്ത് ഇപ്പൊ ബഹിരാകാശത്ത് അമ്മേനെയും മോനെയും അവർ പ്രിന്റ് ചെയ്തെടുത്തു. അതിൽ ആ പഴയ അമ്മയുടെയും മോന്റെയും സെയിം ഡാറ്റാസാണുള്ളത്. ഇവർ രണ്ടുപേരെയും പിരിക്കാൻ കഴിയില്ല. ഇതാണ് പുതിയ ഹ്യൂമൻ വിത്ത് ഇമോഷൻ മെഷീൻ. ആ മെഷീൻസ് ആണിപ്പോൾ ശാന്തമായിരിക്കുന്ന ഭൂമിയിലേക്ക് പോകുന്നത്. അതവിടെ ചെന്ന് പുതിയൊരു റേസ് ഉണ്ടാക്കും, പുതിയ തരം മനുഷ്യരെ. അങ്ങനെ അവിടെ വെച്ച് ദ ഗ്രേറ്റ് ഫ്ലഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, കുറച്ച് കുഴപ്പം പിടിച്ച കഥയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ക്രൈം ത്രില്ലറുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. പടം കിട്ടിക്കഴിഞ്ഞു. അതുവരയ്ക്കും until then, it's bye from Uru. Kadastulutumas.